സന്നിധി തന്നിൽ നായക എന്നും. ഗുഡ് മോർണിംഗ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ നല്ല പ്രഭാതത്തിൽ വീണ്ടും സൗത്ത് കേരള സെക്ഷൻ്റെ മിഷൻ 7 പ്രത്യേകിച്ച് ഈ യൂട്യൂബിലൂടെ നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവനം അറിയിക്കുന്നു. പ്രഭാതത്തിൽ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ മോർണിംഗ് ഡിവോഷനിലേക്ക്. നമ്മുടെ ചിന്താവിഷയം ഉദയ നക്ഷത്രം. ഈ വിഷയത്തെ ആസ്പദമാക്കിയാണ് അല്പനിമിഷം ദൈവവചനം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. എൻ്റെ വേദഭാഗം നമുക്ക് നൽകിയിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 28-29 വാക്യങ്ങളെ ആസ്പദമാക്കിയാണ്. ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും, ആത്മാവ് സഭകളോട് പറയുന്നെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മളെല്ലാവരും ചെവിയുള്ളവരാണ്. വളരെ ശ്രദ്ധയോടെ നമ്മൾ കേട്ടുകഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ ദാസനായ മോശ തൻ്റെ അപ്പൻ്റെ ആടുകളെ മേച്ചുകൊണ്ട്, ഇത്രയുടെ ആളുകളെ മേച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം ചെന്നപ്പോൾ ഒരു മുൾപടർപ്പ് കത്തുന്ന കാഴ്ച മോശ കണ്ടു. വീണ്ടും ഒന്നുകൂടെ നോക്കിയപ്പോൾ അത്ഭുതമാർന്നൊരു കാഴ്ചയാണ്. മുൾപടർപ്പ് കത്തുന്നുവെങ്കിലും എന്നില്ല, അതൊന്നും കത്തി അമരുന്നില്ല. അതെന്തെന്ന് കാണുവാൻ അടുത്തേക്ക് ചെന്നപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനിടയായി. ദൈവജനം ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ചിന്താവിഷയ പ്രകാരമാണല്ലോ തുധരയിലെ സഭയ്ക്ക് യേശു നൽകുന്ന വാഗ്ദാനങ്ങളിൽ ഒന്ന് ഉദയ നക്ഷത്രം എന്നുള്ളതാണ്. ഏറ്റവും പ്രബലമായ പ്രകാശപൂരിതമായ ഒരു അനുഭവമായിരുന്നു തുധൈര സഭ. പക്ഷേ ചില കാരണങ്ങളാൽ ആ സഭയുടെ വീഴ്ച വലുതായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എവർക്കും അറിയാം. പ്രിയ ദൈവമക്കളെ, നമ്മളിന്ന് ദൈവാലയത്തിൽ കൂടി വരുമ്പോൾ ആലയത്തെ ആണോ നാം വിലമതിക്കുന്നത്, അതല്ല ആരാധിക്കുന്ന രക്ഷകനെയാണോ നാം വിലമതിക്കുന്നതെന്ന് ആദ്യം എന്ത് ചെയ്യണം? തീരുമാനിക്കണം. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം വെളിപ്പെടുത്തി ദാവീദ് 30-ാം സങ്കീർത്തനം 5-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. പ്രതിസന്ധികൾ അതിരൂക്ഷമായി തീരുമ്പോൾ, പ്രാർത്ഥനയോടുകൂടെ ദൈവത്തെ അനുഗമിക്കുമ്പോൾ, പിന്നത്തേതിൽ അത് സന്തോഷകരമായി തീരുന്ന ഒരു അനുഭവം നമ്മൾ എത്തിച്ചേരും. കാരണം ഒരു വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞത് ഒരു മനോഹരമായൊരു കവിതയുണ്ട്. കാശ്മീർ കവിതയാണ്. വന്ത് ചലേ ഷീൻ ഗലിമേ യ ബഹാർ, ഹേമന്തം കൊഴിഞ്ഞു മഞ്ഞുരുകും വസന്തം വീണ്ടും വരും. ഇതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവം. പ്രതിസന്ധികൾ വരും, കരച്ചിൽ വരും, പക്ഷേ അതെല്ലാം ദൈവത്തിൻ്റെ സ്ഥാനത്തിൽ സമർപ്പണം ചെയ്യുകയാണോ പുഞ്ചിരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ഇതിലുണ്ടാകും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിലാപങ്ങളെ നൃത്തമാക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഒരു ഉദയ നക്ഷത്രം ദൈവസഭയ്ക്ക് ദൈവം നൽകി. പക്ഷേ ഏതോ കാരണത്താൽ അതിനൊരു മാനസാന്തരമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുവാനിടയായിത്തീരും. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ക്രിസ്തുവിൻ്റെ ഉടമ്പടിയെയും അതുപോലെ ബൈബിളിൻ്റെ വചനവുമായി നാം താരതമ്യം ചെയ്ത് വെളിപാട് പുസ്തകത്തിലൂടെ നാം പഠിക്കുകയാണെങ്കിൽ ആ പഠനത്തിലൂടെ ദൈവത്തിൻ്റെ നിത്യരാജ്യം കരസ്ഥമാക്കുന്ന കഴിയും. പ്രശ്നങ്ങളൊന്നും അതൊരു പ്രശ്നമേ അല്ല, പ്രതിസന്ധികളൊന്നും അതൊരു വിഷയമേ അല്ല. നമ്മൾ ഏത് പ്രതിസന്ധിയിലാണോ നാം അകപ്പെട്ടു പോകുന്നത്, ക്രിസ്തുവിനെ നോക്കുക. നമ്മൾ അനുഭവിക്കുന്നതിനേക്കാൾ ഇരട്ടിയായി അനുഭവിച്ച യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നവനാണ്. യേശുവിന് വാക്ക് നമുക്ക് നൽകി. ഞാനോ ലോകം അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ ആ യേശുവിലാണ് നമുക്ക് അചഞ്ചലമായി നാം വിശ്വസിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ആ വിശ്വാസത്തോടുകൂടെ നാം പുറപ്പെടുകയും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഒരു ഉദയ നക്ഷത്രം, ഒരു പ്രഭാത നക്ഷത്രം പോലെ ആയിത്തീരുവാൻ ദൈവം. യേശു ക്രിസ്തു ആരാണ്? ഉദയ നക്ഷത്രമാണ്, ദാവീദിന്റെ പേരുമാണ്. ആ യേശുവിനെ പിൻപറ്റുന്നവൻ അതേപോലെ വെളിച്ചത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയായിത്തീരും. അതിന് യാതൊരു ശബ്ദം. അതുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവേ, ഉദയ നക്ഷത്രമായ യേശു എൻ്റെ ഹൃദയത്തിൽ ഉദിക്കട്ടെ എന്ന നിന്റെ പ്രവാചക വചനത്തിൻ്റെ സത്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. യേശു നമ്മുടെ ഉദയ നക്ഷത്രമാണ്, ദാവീദിന്റെ പേരുമായവൻ. നമ്മെ ആ വെളിച്ചത്തിൽ നടത്തുവാൻ,
ആ വചനത്തെ നമുക്ക് ആശ്രയിക്കാം, കാലുവയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, ലഭിച്ച നല്ല അവസരത്തിനായിട്ട് നല്ല നാഥന് നന്ദി പറയുന്നു. ഉദയനക്ഷത്രവും ദാവീദിന്റെ വേരുമായ എൻ്റെ യേശു ഞങ്ങൾക്കൊരു പ്രകാശകിരണം നൽകുന്നതിനായ ദൈവത്തിന് സ്തോത്രം. എവിടെയാണോ അന്ധകാരം, എന്നാൽ ചെറിയ ചെറിയ വെളിച്ചങ്ങളെന്ന പോലെ യേശുവിൻ്റെ അരികിലെത്തിച്ചേരുവാൻ ഞങ്ങളെ ഉൾപ്രേരണ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തി കൊണ്ട് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരുടെ മേലും അവരുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് കണ്ടുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ആവശ്യങ്ങൾ എന്താണോ, സ്വർഗദൈവമേ ഇന്ന് വചനപ്രകാരം ഉദയ നക്ഷത്രവും ദാവീദിന്റെ വേരുമായ യേശുവേ അവർക്ക് ആശ്വാസപ്രദമായി തീരണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. സകലവും യേശുക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയായി കെഞ്ചുന്നു. കേൾക്കണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.